മക്കളെ, അപ്പം നമ്മളെപ്പോഴും നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്ക് തോന്നുകയാണ് നമ്മൾ നല്ലപോലെ ചെയ്തിട്ടില്ല എന്ന് തോന്നുമ്പം നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ, എനിക്ക് ഒരു ചാൻസ് കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നാക്കുമായിരുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ നിങ്ങളുടെ ഈ കഴിഞ്ഞ എക്സാംസ് തന്നെ എടുത്താൽ മതി. അപ്പം നിങ്ങൾ നല്ലപോലെ പഠിക്കാതെയാണ് ഒരു എക്സാം എഴുതിയത്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആക്ച്വലി നല്ല ഈസി പേപ്പർ ആയിരുന്നു. അപ്പം നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? അയ്യോ, അന്ന് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെ എനിക്ക് ഒരു ചാൻസ് കൂടി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ടൈം ഒന്ന് കുറച്ചുകൂടി ബാക്കോട്ട് പോയിരുന്നെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളുടെ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ചാൻസ്, ഇപ്പം നിങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് വീണ്ടും കിട്ടുകയാണെന്ന് കരുതാം. അതായത് വീണ്ടും റീടെസ്റ്റ് നടത്തുന്ന കാര്യമല്ല മിസ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ എക്സാംസ് ഒന്നും നടന്നിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാറ്റം വരുത്തുക? അതായത് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അങ്ങനെ എന്താണ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യാം, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ് പറയാൻ വന്നത് ആ ഒരു കാര്യത്തിലേക്കല്ല. അതായത് അപ്പം നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അതൊരു നല്ല രീതിയിൽ എത്താതെ ആകുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇതെനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, എനിക്കിനി ഒരു ചാൻസും കൂടി കിട്ടിയായിരുന്നെങ്കിൽ എനിക്കത് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി എന്ന് കരുതാം, നമുക്കത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു അവസരം കൂടെ, ഒരു ചാൻസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാനിത് അടിപൊളിയാക്കുമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിനി ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാക്കുമെന്ന് ചിന്തിക്കണേ? നമ്മൾക്ക് ആ ഒരു കാര്യം വരുന്നതിന് മുൻപ് തന്നെ അത് പ്ലാൻ ചെയ്ത് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ അത് കഴിഞ്ഞതിന് ശേഷം റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പം നമ്മളെ ലൈഫിൽ എപ്പോഴും നമ്മൾ പറയാറില്ലേ, നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ 100% കൊടുത്ത് ചെയ്യുക. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം റിഗ്രറ്റ് ഉണ്ടാവാത്ത രീതിയിൽ, ഒരു കുറ്റബോധം ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ 9ാം ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ടാകും, മിസ് ഞാൻ അത്ര അടിപൊളിയായിട്ടല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിനി കുറച്ച് മാസങ്ങളുണ്ട്. ആ കുറച്ച് മാസങ്ങൾ കൊണ്ട് അത് എത്ര അടിപൊളിയാക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ 10ാം ക്ലാസ് അല്ലേ? അപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ലേ, പണ്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി പണ്ടൊക്കെയാണ് നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോടോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളതായിരുന്നു വലിയ കാര്യം. പക്ഷേ ഇപ്പോൾ 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ A+ ആണ് അല്ലേ? അപ്പോൾ ഈ ഫുൾ A+ ഭയങ്കര ഭീകരമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ ഒരു കിട്ടാത്ത കാര്യമൊന്നും അല്ല. ഇനി പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഫുൾ A+ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുകയാണ്, ഡിഫിക്കൽട്ടി ലെവൽ മാറുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത വർഷം 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കുമോ ഫുൾ A+ കിട്ടുക എന്നുള്ളത്? സംശയമാണ് അല്ലേ? കാരണം ഫുൾ A+കളുടെ എണ്ണം കുറയ്ക്കാം എന്നുള്ളൊരു രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാറ്റുന്നതും അതുപോലെ പാറ്റേൺ മാറ്റുന്നതൊക്കെ. അപ്പം നമ്മളുടെ മുന്നിൽ കുറേ സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട്. പണ്ടത്തതുപോലെ ആയിരിക്കില്ല എക്സാം, ഫുൾ A+ കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ SSLC നമ്മളത് നല്ല ഫുൾ A+ കിട്ടി നല്ല മാർക്സോടെ തന്നെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കണം, അതല്ലാതെ വേറൊരു വഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചിന്തിക്കും? അയ്യോ എനിക്ക് ഒരു ചാൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ഇടവരുത്താതെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം അല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്ലാസ്സാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് നല്ല സൂപ്പറായിട്ടാണ് ക്ലാസ് എടുത്തു തരുന്നത്, പഠിപ്പിച്ചു തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്കിത് എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, ഈ പാറ്റേണൊക്കെ മാറുന്നത് കൊണ്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയില്ല, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതെന്ന് അറിയില്ല. ചില മക്കൾക്കാണെങ്കിൽ എപ്പോഴും പ്രശ്നം നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ബയോളജി ബൈ ഹാർട്ട് അല്ലേ? അല്ല, ബയോളജി ബൈ ഹാർട്ടിങ് അല്ല, മനസ്സിലാക്കി പഠിക്കണം അങ്ങനെയാണ് പറയാറ്. അപ്പോൾ എങ്ങനെയാണ് ഈ മനസ്സിലാക്കി പഠിക്കുക അല്ലെ? അത് ആ ഒരു നാക്ക് കിട്ടണം, അല്ലെ ആ ഒരു ട്രിക്ക് കിട്ടണം, അത് മനസ്സിലാക്കി പഠിക്കുന്ന രീതി. അതുപോലെ മാത്സിനായാലും ഫിസിക്സിനായാലും അതിനെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും എത്ര ഡിഫിക്കൽട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോർഷൻസ് ആയിക്കോട്ടെ, ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, കോൺസെപ്റ്റ് ആയിക്കോട്ടെ നമ്മൾ മനസ്സിലാക്കി ആ ചാപ്റ്റേഴ്സിനെ, ആ ടോപ്പിക്സിനെ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം?
ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ പോയാലാണ് വീട്ടിലേക്ക് എത്തുകയാണ്. അതിന് എത്ര ചുറ്റിച്ച് തിരിച്ചു വിട്ടാലും നിങ്ങൾ വീട്ടിലേക്ക് തന്നെ എത്തും അല്ലേ? കാരണം നിങ്ങൾക്കത് അറിയാം. അവിടെയാണ് പോയിന്റ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയിലേക്ക് വരുമ്പം ഈ കാര്യങ്ങളൊക്കെ നല്ല അറിഞ്ഞു പഠിച്ച് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ എക്സാം വിന്നറിൻ്റെ SSLC ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത്. ഇത് മിസ് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വെറുതെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ SSLC ചാനലിലൊന്ന് എടുത്ത് നോക്കുക. കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്, കഴിഞ്ഞ വർഷം മാത്രമല്ല അതിന് മുന്നത്തെ വർഷം, അതിന് മുന്നത്തെ വർഷം ഒക്കെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ SSLC ലക്ഷ്യ ബാച്ചിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള റിസൾട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കാം. പക്ഷേ പറയുന്നില്ല അത് എന്താണെന്നുള്ളത്. ഓക്കെ, കാരണം 1000 2000 ഒന്നും അല്ല, അതിന് മുകളിലേക്കാണ് നമ്മളുടെ ബാച്ച് ഓരോ വർഷവും കൂടി വരുന്നത്. അപ്പോൾ അത്രത്തോളം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മളുടെ എക്സാം വിന്നർ ലക്ഷ്യ ബാച്ച്. അപ്പം ആ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. അതിൻ്റെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. അത് കൂടാതെ നമ്മളിനി ലൈവ് ക്ലാസ്സുകളിലൂടെയും കൂടി നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആണ് താല്പര്യം, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് അവിടെ റെഡിയാണ്. അതിന് പുറമെ റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും, അതിൻ്റെ നോട്ട്സ് ഉണ്ടാകും, ദെൻ PYQ സൊല്യൂഷൻസ് ഉണ്ടാക്കും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും PYQ എങ്ങനെയാണ് എഫക്റ്റീവ് ആവുക? പാറ്റേൺ മാറല്ലേ മക്കളെ. പാറ്റേൺ മാറുക എന്ന് പറഞ്ഞാൽ ഫുൾ പാറ്റേൺ അങ്ങോട്ട് മാറ്റില്ല, 2 3 മാക്സിമം 5 6 ക്വസ്റ്റ്യൻസ് ആണ് മാറ്റുക. ബാക്കിയുള്ളതെല്ലാം PYQയുടെ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് PYQ വീഡിയോസും അതിൻ്റെ സൊല്യൂഷൻസും ഉണ്ടാകും. ദെൻ ലൈവ് ക്ലാസ് ആണ് വേണ്ടവർക്കാണെങ്കിൽ ലൈവ് ക്ലാസ്സും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടും ക്ലാസ് പഠിക്കാം. ഇനി അതല്ല മിസ് ഞങ്ങൾ ഞങ്ങളുടെ സമയത്തിന് റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിച്ചോളാം, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും. ആൻഡ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ് ഉണ്ടാകും. ആ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് നിങ്ങളെ തന്നെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വർക്ക് ഷീറ്റ്. അപ്പോൾ വർക്ക് ഷീറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു മൊത്തം സമ്മറി നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇനി അതൊന്നും പോരായിട്ട് നമുക്ക് എന്താണ് ഓരോ നമ്മുടെ മോഡൽ എക്സാംസ് ഉണ്ടാവും. ദെൻ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞ് കണ്ടീഷൻ ഉണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനായിരിക്കും നമ്മുടെ ഈ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട്. മക്കളെ ഇത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല, ഫ്രീ ആണ്. പക്ഷേ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് അതിന് ശേഷം എന്തായിരിക്കും നിങ്ങൾക്ക് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ സെറ്റാണ്, SSLC ലക്ഷ്യ ബാച്ചിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത് ഫുൾ A+ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. പക്ഷെ 9ാം ക്ലാസ്സിൻ്റെ അവസ്ഥ എന്താ? 9ാം ക്ലാസ് ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല മിസ്. 9ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും മാറി, ഞങ്ങളാകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ ആയാലും ക്ലാസ്സുകൾ എവിടെയും കിട്ടാനില്ല, നോട്ട്സ് എവിടെയും കിട്ടാനില്ല, PYQs എവിടെയും കിട്ടാനില്ല. മക്കളെ നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ആൽഫ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങളുടെ സിലബസ് മാറിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് മാറിക്കോട്ടെ, ചാപ്റ്റേഴ്സ് മാറിക്കോട്ടെ, എല്ലാം മാറിക്കോട്ടെ, നമ്മുടെ എക്സാമിനർ നിങ്ങളെ കൈവിടില്ല. നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ അടുത്ത കൊല്ലത്തെ ലക്ഷ്യ ബാച്ചിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ നമ്മുടെ ആൽഫ ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ 9ാം ക്ലാസ് സെറ്റായി, 10ാം ക്ലാസ്സും സെറ്റായി. അങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ ഫീസ് 6000 rupees ആയിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 4999 കിട്ടും. ഓക്കെ, 6000 ആയിരുന്നു, പക്ഷെ ഇപ്പം നമുക്ക് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4999 കിട്ടും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ ലക്ഷ്യ ബാച്ച് ഓഫർ പ്രൈസിലും കിട്ടും. അതുപോലെ 1000 സ്റ്റുഡൻസിൻ്റെ ഉള്ളിലാണ് നിങ്ങളെങ്കിൽ വേഗമായാൽ നിങ്ങൾക്ക് 1000 സ്റ്റുഡൻസിൻ്റെ ഉള്ളിലാവും. ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടും, ആൽഫ ബാച്ചും സെറ്റാക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.